കൊല്ലം പുല്ലൂർ റോഡിലെ ഹൈവേ റോഡ് സൈഡിലെ മുക്കടവ് ആളുകേറാ മലയിൽ കാണപ്പെട്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. മരണപ്പെട്ട ആൾ തന്നെയാണ് പ്രതിയെന്നാണ് ഇപ്പം പറയുന്നത്. കാരണം വളരെ കോൺട്രവേഴ്സ്യലാണത്. കഴിഞ്ഞ 2025 സെപ്റ്റംബർ 23 ഈ കൊല്ലം പുല്ലൂർ റോഡിൻ്റെ സൈഡിലുള്ള മലയുടെ മുകളിൽ 10 ദിവസം പഴക്കമുള്ളൊരു മൃതദേഹം കണ്ടു. ആ മൃതദേഹത്തിൻ്റെ പ്രത്യേകത, അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കരിഞ്ഞ നിലയിലാണ്. മുഖമൊക്കെ കത്തിക്കരിഞ്ഞു. പക്ഷേ ഒരു ചങ്ങലയിട്ട് അടുത്തുള്ള ഒരു വലിയ മരത്തെ പൂട്ടിയ നിലയിലാണ് കണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു കൊലപാതകമാണ് എന്നെല്ലാവരും കരുതി. നെഞ്ചിലൊരു കുത്തുണ്ട്, ആഴത്തിലൊരു കുത്തുമുണ്ട്. ഇത് ആരാണ്? തമിഴ്നാട്ടിലെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളിയായിരിക്കാം. അങ്ങനെ 100 കഥകൾ വന്നു. ഏതായാലും പോലീസ് DYSP പുനലൂരിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു. സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ ഒരാൾ ഒരു മഞ്ഞ ഷർട്ടും ഒരു ലുങ്കി ഉടുത്ത് പെട്രോൾ വാങ്ങിച്ചിരിക്കുന്നു. ആ പെട്രോൾ ടിന്ന് തന്നെയാണ് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് തന്നെ കാണപ്പെട്ടത്. ആ ആൾ പെട്രോൾ വാങ്ങുന്ന ദൃശ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഒരു ഷർട്ടാണ് അയാൾ ഇട്ടിരിക്കുന്നത്. ഒരു മധ്യവയസ്കനാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. അതേസമയത്ത് ഒരു ലുങ്കി ധരിച്ചിരിക്കുന്നു, ഒരു ചെരുപ്പ് കറുത്തത് ഇട്ടിരിക്കുന്നു. കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൻ്റെ അവിടെ നിന്ന് ആ ലുങ്കിയുടെ ചില ഭാഗം കിട്ടി. പെട്രോൾ വാങ്ങിച്ച ആളാണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ധരിച്ചിരുന്ന കറുത്ത ചെരുപ്പിൻ്റെ ചില ഭാഗങ്ങളും കിട്ടി. അപ്പോൾ ആ കാര്യത്തിലൊന്നും സംശയമില്ല. അയാൾ പെട്രോൾ വാങ്ങുന്ന സമയത്ത് ഷോൾഡറിൽ ഒരു ബാഗ് തൂക്കിയിട്ടിരുന്നു. അതിൻ്റെ ചില അംശങ്ങളും കണ്ടു. ഏതായാലും പെട്രോൾ വാങ്ങിച്ച ആൾ തന്നെ എന്ന് മനസ്സിലായി. അപ്പോൾ ആ വാങ്ങിച്ച ആൾ ഈ ആളെ കൊന്നിട്ടിരിക്കുന്നു എന്നാണ് കരുതിയത്. പോലീസും നാട്ടുകാരും ഇന്നും ആ സംശയം നിലനിൽക്കുകയാണ്. നെഞ്ചിൽ ആഴത്തിലൊരു മുറിവുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആഴത്തിലുള്ള മുറിവ് കൊണ്ട് മരിച്ചു നെഞ്ചിൽ. അതോടൊപ്പം തന്നെ ശരീരം മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നു. ആ മൃതദേഹം ചങ്ങലയിട്ട് ആ മരത്തിൽ പൂട്ടിയിരിക്കുന്നു. പൊതുവെ ഒരു കൊലപാതകത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം അങ്ങനെ തന്നെ കണ്ടു. പക്ഷേ കാലിന് ജന്മനാ അല്പം വൈകല്യമുള്ളതായിട്ടും കണ്ടെത്തി. ഏതായാലും ഈ പെട്രോൾ പമ്പിലെ പെട്രോൾ വാങ്ങിച്ച ആളെ പറ്റിയൊക്കെ അന്വേഷിച്ചു. ഇവൻ തന്നെ കൊലയാളി എന്ന് കരുതിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊലയാളി തന്നെ പ്രതിയായെന്ന്. ആ പെട്രോൾ വാങ്ങിച്ച ആൾ തന്നെയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നതെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. കാരണം പെട്രോൾ വാങ്ങിച്ച ആളെ തിരിച്ചറിഞ്ഞു. കാരണം അത് സർക്കുലേഷനൊക്കെ നടത്തി കഴിഞ്ഞപ്പം അയാൾ ആലപ്പുഴക്കാരനാണ്. അയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. അവിടെ അനിക്കുട്ടെന്ന് പറഞ്ഞ ആളാണ് ഇയാൾ. അപ്പോൾ അയാൾ ആരെയോ കൊന്നിട്ട് പോയി കളഞ്ഞു എന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ DNA ഈ അനിക്കുട്ടൻ്റെ പരിശോധിച്ച് ബന്ധുക്കളുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ മനസ്സിലായി ഇത് അനിക്കുട്ടൻ തന്നെയാണ് മരിച്ചതെന്ന്. എങ്ങനെയാണ് നെഞ്ചിൽ ആഴത്തിലുള്ള കുത്തുണ്ടായെന്നുള്ളത് അജ്ഞാതമാണ്. ഏതായാലും ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ചങ്ങല കൊണ്ടും ബന്ധിച്ചിരുന്ന ആളും ഇയാൾ തന്നെ. പക്ഷേ അത് സ്വയം ബന്ധിച്ചതാണോ, ആരെങ്കിലും ബന്ധിച്ചതാണോ, എങ്ങനെയോ അയാൾക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും അവിടുന്ന് ഓടിപ്പോകാതിരിക്കാനും കാലൊക്കെ ചിലപ്പോൾ നമുക്ക് ചങ്ങലയിട്ട് പൂട്ടാം, എന്നിട്ട് പെട്രോൾ ഒഴിക്കാം. പക്ഷെ നെഞ്ചിൽ എങ്ങനെ കുത്തുണ്ടായി എന്നുള്ളത്, അത് ആഴത്തിലുള്ള കുത്തു, മരണകാരണം നെഞ്ചിലേറ്റ കുത്തുമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാനൊരു അല്പം ബുദ്ധിമുട്ടുണ്ട്. നെഞ്ചിലെ കുത്ത് എങ്ങനെ സ്വയം ഇൻഫ്ലിക്റ്റ് ചെയ്തതാണോ? എന്തായാലും ആളെ തിരിച്ചറിഞ്ഞു. DNA ഒക്കെ ഇപ്പം ഈ പെട്രോൾ വാങ്ങിച്ച ആൾ തന്നെ. വളരെ ദുരൂഹമാണ്. ആരോഗ്യമുള്ള മധ്യവയസ്കനാണ്. എങ്ങനെ ഇയാൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ എത്തി, പുനലൂർ വന്നു, അവിടെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ ചാരുമൂട് സ്വദേശിയായ അനുക്കുട്ടനാണിത്. അയാളുടെ DNA മുഖേനയാണ് ഇപ്പം
അയാളുടെ ഈ അനിക്കുട്ടൻ്റെ ബന്ധുക്കളായിട്ട് കമ്പയർ ചെയ്തപ്പം ഇത് അനിക്കുട്ടൻ തന്നെയാണ് മരണപ്പെട്ടതെന്ന്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും 2020 സെപ്റ്റംബർ 23 കണ്ട ഈ മൃതദേഹത്തിന് അതിനെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തതായാലും പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചിരിക്കുന്നു ആ കേസ്. പക്ഷേ അതിനകത്ത് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നെഞ്ചിലെ കുത്ത് അക്കൗണ്ട് ചെയ്യണം. സ്വയം ഇംപ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ? എന്താണ് ഇയാൾ എവിടെയാണ് ജോലി ചെയ്തത്? ഇയാൾക്ക് എന്താണ് ജീവിതത്തിൽ ആത്മഹത്യയ്ക്ക് നിരാശയ്ക്കുള്ള കാരണം എന്താണ്? അങ്ങനെയുള്ള ധാരാളം വിവരങ്ങൾ ഇനി പോലീസ് അന്വേഷിക്കണം. അത് അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ ഒരു 80% 70% ഇതൊരു സൂയിസൈഡിലേക്ക് തന്നെ ആണ് പോലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എങ്കിലും ചില കാര്യങ്ങളുടെ ഇതിനകത്ത് തെളിയാനുണ്ട്. കാരണം ഇത് ഇയാൾ തന്നെ മരിച്ചു, അയാൾ തന്നെ അയാൾക്ക് ചെതയൊരുക്കുകയോ അയാൾ തന്നെ അയാൾക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചങ്ങലയിട്ട് പൂട്ടുകയോ ഇങ്ങനെയൊക്കെ ദുരൂഹമായ ചില ക്രിമിനൽ ആക്ടിവിറ്റി ഇതിനകത്ത് കാണുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണ രീതി എന്തായാലും മികവുറ്റത് തന്നെ. ആളെ തിരിച്ചറിഞ്ഞത് വലിയ സംഭവം. കാരണം ഏകദേശം 1 വർഷത്തോളം ആകാൻ പോകുന്നു ഇത് തിരിച്ചറിയാതെ കടന്നിട്ട്. അതുകൊണ്ട് DNA എടുത്ത് ആ രീതിയിൽ അന്വേഷണം മികവുറ്റതായിട്ട് തന്നെ പറയേണ്ടി വരുന്നു. ഏതായാലും പുനലൂർ പോലീസിനെ അഭിനന്ദിക്കാം, ഇത്രയെങ്കിലും ആളെ തിരിച്ചറിഞ്ഞത്. ഇത് കൊലപാതകമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി ഒരു ഫൈനൽ അതോറിറ്റി വേണം അതിലിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കരുതുന്നു.